സാംസങ്ങിൻ്റെ 55 ഇഞ്ചിൻ്റെ എഡ്ജ് LED റീപ്ലേസ് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. 2-3 ടൈപ്പ് LED സിസ്റ്റം വരുന്ന ടി വികളാണ് ആകെ നിലവിലുള്ളത്. അതിൽ ഒരെണ്ണം ഡയറക്റ്റ് LED, അതുപോലെ ഒന്ന് എഡ്ജ് LED ആണ്. പിന്നെ പണ്ട് ഇറങ്ങിയിരുന്ന LCD ടി വികളിൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതിനകത്ത് വരുന്നത് ഫ്ലൂറസെൻ്റ് ചെറിയ ട്യൂബുകളാണ്. LED ടി വി ആകുമ്പോഴത്തേനും അതിനകത്ത് LED ലൈറ്റാണ് ബാക്ക് ലൈറ്റ് സിസ്റ്റത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത് എഡ്ജ് LED ടൈപ്പ് ടി വിയാണ്. അതായത് ഒരു ഡിഫ്യൂസർ ഷീറ്റിനകത്തോട്ട് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ് ടി വിയാണിത്. ഡയറക്റ്റ് ബാക്ക് ലൈറ്റ് LED സിസ്റ്റം റീപ്ലേസ് ചെയ്യുന്നൊരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, ഇംപെക്സ് എന്ന മോഡലിൻ്റെ. ഇത് ഡയറക്റ്റ് LED അല്ല, ഇത് എഡ്ജ് LED ടൈപ്പാണ്. നമ്മൾ പണ്ടത്തേക്ക് മൊബൈലിൻ്റെ LED സ്ക്രീൻ വരുന്നതിൻ്റെ അതേ മെത്തേഡ് തന്നെ ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ LED റീപ്ലേസ് ചെയ്യുന്നതുകൊണ്ട് ടി വിയുടെ തിക്നെസ് കുറയ്ക്കാനും ഒന്നുകൂടെയൊക്കെ പിക്ചർ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇത്. ഇതിനകത്ത് എന്താണ്, അതുപോലെ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടമാണെങ്കിൽ എന്തെങ്കിലും സബ്സ്ക്രൈബ് അതുപോലെ ലൈക്കും ചെയ്യണം. LED ടി വികളിലും അതുപോലെ LCD ടി വികളിലും അതുപോലെ ഡയറക്റ്റ് ബാക്ക് ലൈറ്റ് LED ടി വികളിലും ഉപയോഗിക്കുന്ന ഡിസ്പ്ലേ എല്ലാം സെയിം തന്നെയാണ്. ഈ ബാക്ക് ലൈറ്റ് മെത്തേഡ് മാത്രമാണ് ഡിഫറെൻ്റ് ആവുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ പിക്ചർ ഒന്നുകൂടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുന്നത് എഡ്ജ് LED ടൈപ്പാണ്. അത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ടി വികളിലെ പിക്ചറാണ് ഒന്നുകൂടെ നമുക്ക് ഏത് സൈഡിൽ നിന്ന് നോക്കുമ്പോഴും ഒരു ബെറ്റർ ക്വാളിറ്റി അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒട്ടുമിക്ക നല്ല കമ്പനികളിലെല്ലാം ഈ ടൈപ്പ് LED സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടെ കോസ്റ്റ്ലി ആയിരിക്കും ഇത്തരത്തിലുള്ള ടി വികൾ. സാധാരണ LED ടി വികളിൽ വരുന്ന LED റീപ്ലേസ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത്തരത്തിലുള്ള ടി വികളെ LED റീപ്ലേസ് ചെയ്യാൻ. സോ അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ടാണ് ഇത് എക്സ്പേർട്ടുകൾ വരും ചെയ്യുന്നത്. സോ അതുകൊണ്ട് നിങ്ങളൊരിക്കൽ ഇത് ട്രൈ ചെയ്യരുത്. ഇതൊരു ഇൻഫർമേറ്റീവുള്ള വീഡിയോ ആണ്. എന്താണ് അതിനകത്ത് നടക്കുന്നത്, എങ്ങനത്തെ LED ആണ് യൂസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ആണ്. ഇതുപോലെ ചില LED കളിൽ ഫുള്ളായിട്ട് നമുക്ക് പിക്ചർ കാണാൻ പറ്റാതെ വരും. അതായത് പാർഷ്യലിയൊക്കെ LED പോയിട്ട് നമുക്ക് ഹാഫൊക്കെ ആയിട്ട് പിക്ചർ കാണാൻ പറ്റാറുണ്ട്. അത്തരം കണ്ടീഷനിൽ ടി വി വർക്ക് ചെയ്യാതിരിക്കുക. കാരണം അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ബാക്കി LED കൂടെ ബേണായി പോകാനും അതുപോലെ ഇൻറ്റേർണലി വരുന്ന ഡിഫ്യൂസർ ഷീറ്റുകളും അതുപോലെ അതിനനുബന്ധിച്ച പാർട്ടുകളൊക്കെ ഡാമേജ് ആവാൻ ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ട് കംപ്ലൈൻറ്റുകൾ കാണുകയാണെങ്കിൽ തന്നെ അത് ഓഫ് ചെയ്തിടുക. എന്നിട്ട് ടെക്നീഷ്യനെയോ അല്ലെങ്കിൽ എക്സ്പെർട്ടിനെ വിളിച്ച് റിപ്പയർ ചെയ്തതിന് ശേഷം മാത്രം ഓൺ ചെയ്യാൻ ശ്രമിക്കുക.